അപ്പൊ അവര് പിന്നെ ഇതിനു വേണ്ടിയ നമുക്ക് നല്ല സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ആ സമ്മാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. നമ്മുടെ പരിപാടികളിലൂടെ സ്റ്റേജും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനും നല്ല ചെലവുണ്ട്. അങ്ങനെ ഇതിനൊക്കെ നല്ല സാമ്പത്തിക ബാധ്യത, ഒരു മുഷിപ്പില്ല, ഒരു മടിയില്ല, വലിയ ആവേശത്തിൽ ഇറങ്ങിയ നബിദിന സ്വാഗത സംഘം കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അവരോടുള്ള സന്തോഷം ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാൻ വേറെ വഴിക്കും ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ കടപ്പാട് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മാലിന്യ കമ്മിറ്റി, PTA കമ്മിറ്റി, ഇവരൊക്കെ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് വല്ലാതെ ത്യാഗം സഹിച്ച ആളുകളാണ്. അപ്പൊ അവരോടൊക്കെയുള്ള ആ ഒരു സ്നേഹവും കടപ്പാടും ഒരു തുഴയിലൂടെ നിങ്ങളെ ഇരുത്തി ആത്മാർത്ഥമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് തുഴയ്ക്കണം. അതോടൊപ്പം അതിനേക്കാൾ ഉപരി പരിപാടിയൊക്കെ ഭംഗിയാക്കാൻ പരിപാടിയൊക്കെ ഭംഗിയാക്കാൻ കൂടുതൽ പ്രയാസം നയിച്ച വേറൊരു വിഭാഗമാണ് നിങ്ങളുടെ ഉമ്മയുപ്പി. രാവിലെ 7:00 എത്തണം പറഞ്ഞ ദിവസമുണ്ട് അല്ലേ? ആ സമയമാകുമ്പോഴേക്കും ഉമ്മാരൊക്കെ നാസ്തയൊക്കെ ആക്കി നിങ്ങളെ പറഞ്ഞേക്കണമെങ്കിൽ എത്ര മണിക്ക് എണീക്കണം? ആരൊക്കെ എണീക്കല്? സുബൈക്ക് എണീച്ച് തുടങ്ങണ്ടേ? എന്നിട്ട് നിങ്ങൾ വിളിക്കണ്ടേ? നിങ്ങളോട് പറഞ്ഞ കേൾക്കോ? ആ ഭയങ്കര കേൾക്കാം. എണീക്കെന്ന് പറഞ്ഞാല് വലിയ കേൾക്കൂലേ? അങ്ങനെ നിങ്ങൾ ചെയ്യണം, തട്ടി മുട്ടി വിളിച്ച്, എന്നിട്ട് നിങ്ങൾക്ക് ചായ തന്ന്, കാപ്പി തന്ന്, കുളിക്കാൻ പറഞ്ഞാലേ എന്റെ കുളിക്കാൻ മടി കൊടുക്കുക. അപ്പൊ നിങ്ങൾ നിർബന്ധിച്ച് കുളിപ്പിച്ച്, എന്നിട്ട് ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് മാത്രം ഇട്ട് പോയത് ഇതൊക്കെ ഇസ്തിരിട്ട ഡ്രസ്സല്ല, ഇസ്തിരിയൊക്കെ ഇട്ടാണ്. അപ്പൊ ഉമ്മാതൊക്കെ നല്ല അധ്വാനില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ ഉമ്മയും ഉപ്പാരൊക്കെ അതുപോലെ ഇവിടെ പരിപാടി എടുക്കുമ്പോൾ രക്ഷിതാക്കളൊക്കെ വന്നു അല്ലെ? ഞങ്ങളുടെ പരിപാടിയൊക്കെ ശ്രദ്ധിക്കാൻ ഉമ്മമാരുണ്ടായിരുന്നില്ലേ? രക്ഷിതാക്കൾ ഉപ്പമാരുണ്ടായിരുന്നില്ലേ? അപ്പൊ അവരൊക്കെ അങ്ങനെ ശ്രമിച്ചത് കൊണ്ടാണ് നമ്മുടെ പരിപാടി വളരെ മനോഹരമാക്കിയത്. പല സ്ഥലങ്ങളിലും ഇന്നലെ ഞങ്ങള് ഒരു നിബിധന നടക്കുന്ന ഒരു മഹല്ലിലുണ്ടായിരുന്നു. ഞാൻ മുസ്ലിംസാർക്ക് ഇന്നലെ മഹല്ലിൽ ആ നിബിധന നടക്കുന്ന ഒരു മഹല്ലിലുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മളെ മദർസയേക്കാൾ കൂടുതൽ കുട്ടികളുണ്ട്. അവിടെയൊക്കെ പരിപാടി ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി ഇങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യമാണ് യാത്ര കണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ 5 ദിവസം പരിപാടി എടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2 ദിവസം ഫുൾ ഡേ പെൺകുട്ടികൾക്ക്, 3 ദിവസം ഫുൾ ഡേ ആൺകുട്ടികൾക്ക്. അതിന്റെ പുറമെ നോൺ സ്റ്റേജ് വേറെ 3-4 ദിവസം ഉപയോഗിച്ചിട്ട് നോൺ സ്റ്റേജ് നടത്തിയില്ലേ? അപ്പൊ വളരെ നല്ല രീതിയിൽ നമ്മൾ പരിപാടി നടത്തിയിട്ട് വിജയിപ്പിച്ചത് ഒന്നാമത് ആരാ? നിങ്ങൾ തന്നെ. ഞങ്ങൾ ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാറുണ്ട്. ഇപ്പൊ പള്ളിയിലൊക്കെ പോകാൻ പറഞ്ഞപ്പോ എല്ലാവരും ആ ജമാഅത്തിലൊക്കെ പങ്കെടുത്തു. പക്ഷെ കുറച്ച് ആളുകളെ നിശ്ചയിക്കുമ്പോ താല്പര്യമാണോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടില്ല. നമുക്ക് പറയാം അത്ര ആളുകളെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറഞ്ഞ ആളുകള് ഇവിടുത്തെ രക്ഷിതാക്കളൊക്കെ പറയിപ്പിച്ച കുട്ടികളുണ്ട്. ചെറിയ ആളുകളുണ്ട്. അത് മാറ്റിയാൽ എല്ലാവരും നല്ല രീതിയിൽ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇടപെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്നത് സ്വീകരിക്കട്ടെ. നമ്മൾ ഈ നബിദിനത്തിലൊക്കെ ആത്മാർത്ഥമായി ഇടപെട്ടത് കാരണം അല്ലാഹു നമ്മളെയൊക്കെ ഭാവി സന്തോഷകരമാക്കി പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമാക്കി തരട്ടെ. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നബിദിന സ്വാഗത കമ്മിറ്റി ഈ നാട്ടിലെ ചെറുപ്പക്കാരിൽ ഇവിടെ നമുക്കൊക്കെ നടക്കുമ്പോൾ നബിദിന പരിപാടിക്കൊക്കെ കൂടുതലുള്ള ആ സമയത്ത് ചിലരോട് നിങ്ങൾ തെരുവണം പോയിട്ട് കുറച്ച് തൊപ്പി എടുത്തു വരണം, കുറച്ച് യൂണിഫോം എടുത്തു വരണം. ഉസ്താദെ ഞാനൊക്കെ പ്രതീക്ഷിച്ച ഉസ്താദെ എനിക്ക് പരിപാടി കാണുമെന്ന് പറയുന്ന പക്ഷെ പറഞ്ഞവരൊക്കെ അങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ആളുകളോട് പറയണം. അവരൊക്കെ ഇങ്ങനെ പോവാം. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു നബിദിനത്തിന്റെ പിരിവ് സമ്മാനമൊക്കെ കണക്കാക്കിയ സമ്മാനങ്ങൾ പിന്നെ തികയാതെ വന്നപ്പോ വീണ്ടും അത് എടുക്കാൻ വേണ്ടിയിട്ട് നബിദിനം നടക്കുമ്പോൾ ആളുകൾ പാടുകയാണ്. കടകളൊക്കെ തുറന്നിട്ടില്ല. ഇവിടെ തുറന്ന സ്ഥലത്ത് പോയി എടുത്തൊക്കെയില്ല. കാരണം മകരവിന് ശേഷം സമ്മാനം കൊടുക്കുന്ന സമ്മാനം നാളേക്ക് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്നത് ഈ നാട്ടിലെ നിങ്ങൾക്ക് വേണ്ടി വിഭജനത്തിന് വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. അല്ലാഹു അവരെ സ്വീകരിക്കട്ടെ. അല്ലാഹു അവരെ സ്വീകരിക്കട്ടെ. അവരൊക്കെ പോയിട്ട് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും.
ഞങ്ങളൊക്കെ പോയിട്ടാണ് ഈ നാട്ടുകാർ മുഴുവൻ ഇവിടൊക്കെ വൃത്തിയാക്കി. ഇവിടെ ഒരുപാട് നിങ്ങളെ ബിങ്കോ ഒക്കെ ഉണ്ടല്ലോ, മുട്ടായൊക്കെ എന്റെ കവറൊക്കെ ഇങ്ങനെ എന്നിട്ടോ ചോറ് കുറച്ച് തികയാതെ വന്നു. എന്നിട്ട് അത് പിന്നെ ഉണ്ടാക്കി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ എന്റെ പാത്രവും കാര്യം, കാരണം ഇന്ന് ഇവിടെ മുഴുവൻ ആ മുഴുവനിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് മെഞ്ഞാന്ന് രാത്രി അവർ പോയത്. ഇന്നലെ വൈകുന്നേരം ഞാനും അക്ബർ ഉസ്താദ് മുസ്തഫ ഇവിടെ വന്നു, സിയാദ് ഉസ്താദ് ഉണ്ട്, ഞങ്ങൾ നാലാളും ഇവിടെ വന്ന് ഇന്നലേക്ക് വേണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പി നോക്കാം. ആ സമയത്ത് നോക്കുമ്പോൾ മഴ കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവിടെ ചെറുപ്പക്കാരൻ ഒരു ബാക്കിയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി. ഇന്ന് രാവിലെ നോക്കുന്നത് ഇന്ന് തന്നെ ഓരോന്നിനു വേണ്ടി കമ്മിറ്റിക്കാരും നാട്ടുകാരും ഇന്ന് രാവിലെ മുതൽ തുടങ്ങാൻ. അപ്പൊ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ആത്മാർത്ഥമായ ദുഴയാണ്. നമുക്ക് കേൾക്കട്ടെ ആത്മാർത്ഥമായ ആമീൻ പറയണം. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സ് തട്ടിയിട്ടുള്ള നമ്മുടെ സന്തോഷം പറച്ചിലാണ്. അത് നമ്മുടെ ദുഴയിലും ഉണ്ടാകണം. അള്ളാഹു ഈ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ നാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പമാരെ കബൂൽ ചെയ്യട്ടെ. ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ നാട്ടിൽ നമ്മുടെ ഈ വിഭജനം സന്തോഷകരമായി നടത്തുന്നതിൽ നമ്മളുടെ കൂടെ നിന്ന ഈ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യന്മാരെയും അള്ളാഹു ഈ ലോകത്ത് വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവര് കാരണം അള്ളാഹു ഈ നാടിന്റെ നന്മയെ എല്ലാ കാലത്തും നിലനിർത്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്കിവിടെ കുറച്ച് സമ്മാനദാനങ്ങൾ, കുറച്ച് ക്യാഷ് അവാർഡുകളുണ്ട്. ആ ക്യാഷ് അവാർഡുകളും അതുപോലെ വിട്ടുപോയ സമ്മാനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ നിങ്ങളോട് ആ സന്തോഷം പങ്കുവെക്കും. അത് കഴിഞ്ഞ് റിയാദ് ഉസ്താദിന്റെ ഒരു വഴിയോടുകൂടെ നമുക്ക് ദുആ ചെയ്ത് പിരിയണം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ജയിച്ച ഗ്രൂപ്പതേനും അസ്ഹാർ ഗ്രൂപ്പിന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആൺകുട്ടികൾ എല്ലാവരും എല്ലാവരും നിർത്തിക്കോളൂ സാർ. അങ്ങനെ എല്ലാവരും നിർത്തിക്കോളൂ. തോറ്റോളി ജയിച്ചവരോട് കൂടും. അവസാനം അങ്ങനെയല്ലേ, തോറ്റോളി ജയിച്ചവരോടെ കൂടുതലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ട്രോഫി പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം ഇൻഷാ അല്ലാഹ്. കഴിയില്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പറയണം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ വായിക്കുന്ന പേരുകളില് ഇന്നലെ ആരെങ്കിലും സമ്മാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങരുത്. ഇനി ഒന്നുകൂടെ പറയാം. ദഫ്, മുർദ, സ്കൗട്ട്, പിന്നെന്തെങ്കിലുള്ളത് മുർദ, സ്കൗട്ട്, മാഷപ്പ്, മാല, മൗലിദ്, ഈ ഇതിനൊക്കെ പങ്കെടുത്ത ആളുകൾക്കും ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ആളുകൾക്കും സമ്മാനം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കിട്ടാത്തവർക്കാണ് പ്രോത്സാഹനം ഉണ്ടാകുക കേട്ടോ. അത് മനസ്സിലായില്ല. ആരൊക്കെ ദഫിന് ഇതൊക്കെ കിട്ടിയത് പ്രോത്സാഹനം കിട്ടിയില്ല എന്ന് പറഞ്ഞെങ്കിൽ, പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒന്നും കിട്ടാത്തവരെ പ്രോത്സാഹിപ്പിക്കല. ഒന്നും കിട്ടാത്തവര നിങ്ങൾ അടുത്തോരെങ്കിലും ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കല. അപ്പൊ ഇതൊന്നും കിട്ടാത്തവർക്കാണ് പ്രോത്സാഹനം ഉണ്ടാകുക കേട്ടോ. ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. ബാക്കി എന്തിനാ ഇക്കുറിൽ സെക്കൻഡ് നേടിയ റൈന ഹദീസ. ഇനി പ്രോത്സാഹന സമ്മാനമാണ് നൽകുന്നത്. വിളിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക്. റസാന ഫാത്തിമ 1. റസാന ഫാത്തിമ. സാലിഹ 1 ബിയിലെ ഉമ്മു സാലിഹ. ശബ്ദമുണ്ടാകലേ, ഒച്ചമുണ്ടാകലേ.
അല്ലാഹു അക്ബർ. ഒന്നുതീരെ അമാന ഫാത്തിമ. അമാന ഫാത്തിമ. ഒന്നുതീരെ അമാന ഫാത്തിമ. എന്നിട്ടില്ല. ലിയ മെഹറി 2A. ലിയ മെഹറി നോക്കില്ല. നിശ്വാസറി 2A. നിശ്വാസറി അല്ലാഹു 2A. ആയിഷ ഫൈഹ. അല്ലാഹു അക്ബർ. 3A. ആയിഷ സറ. 3A. ആയിഷ സറ. ഫാത്തിമ മലിഹ. സൻഹ ഫാത്തിമ. 3B. സൻഹ ഫാത്തിമ. അല്ലാഹു അക്ബർ. റബീഖ് ഇലാസ് 4A. റബീഖ് ഇലാസ്. ഹമദ് ദൈസ് 4A. ഹമദ് ദൈസ്. സമ്മാനം കിട്ടിയല്ലോ ഇതിന്. ഷിസ MK 4A. ഷിസ MK. ഷിസ ഷിയ. അല്ലാഹു അക്ബർ. ഹിബ ഫാത്തിമ 7ാം ക്ലാസ്. ഇനി ഒരു സമ്മാനം കിട്ടാത്തവരുണ്ടോ? ലഘുദിനത്തിന് ഒരു സമ്മാനവും ലഭിക്കാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഉണ്ടോ? ഒരു സമ്മാനം ലഭിക്കാത്തവർ ഉണ്ടോ? ഇല്ലല്ലോ, കിട്ടാൻ കാര്യമില്ലല്ലോ. കഴിഞ്ഞ വർഷം 3 പേരുണ്ടായിരുന്ന മുഹമ്മദ് കെ കഴിഞ്ഞ വർഷം 2 പേരുള്ള മുഹമ്മദ്. കഴിഞ്ഞ വർഷം 2 പേരുള്ള മുഹമ്മദ്. ഇപ്രാവശ്യം 3 പേര്. മുഹമ്മദ് കെ 3 പേരല്ലേ? കഴിഞ്ഞ 3 പേരുള്ള നിദാ ഫാത്തിമ. ഈ വർഷം 4 പേരുള്ള നിദാ ഫാത്തിമ. ഇബ്രാഹിം മഷൂർ.
സംസാരം നിർത്തണം, സംസാരം നിർത്തണം. വിളിച്ചു നോക്കിയായിരുന്നു. ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് ഇന്നും പറയുന്നത് ഉണ്ടാക്കി. ഇനി 4 ബിയിലെ കഴിഞ്ഞ 4 ബിയിലെ മുഹമ്മദ് ഷാമിന് മാർക്കിന് എക്സ്ട്രാ സമ്മാനം കിട്ടിയില്ല. ഇവയ്ക്കാണെങ്കിൽ സമ്മാനം ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും സമ്മാനം കിട്ടിയില്ല. നാളെ മറ്റന്നാൾ സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വേണമെന്ന് പറയാൻ ഡൗട്ടാവും. പിന്നെ മുഹമ്മദ് സമ്മാനം നിസാർക്ക് കൊടുക്കണം. നിസാറിന്റെ സമ്മാനം ഇവർക്കുള്ള ക്യാഷ് അവാർഡാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാണ്. പൈസ ഒരേ പോയി ഉമ്മാനോടും ഉപ്പാനോടും ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ആ പൈസ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ വീടിനൊന്നും ആ പൈസ കൊണ്ട് വാങ്ങാൻ പാടില്ല. പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പൈസ കൊണ്ട് ഉമ്മാനോടും ഉപ്പാനോടും പറയുന്നതിനോടുണ്ടെങ്കിൽ വാങ്ങിയാൽ ആ പൈസ തിരിച്ചു പോകും. കാശവാട് നൽകുന്നതിന് വേണ്ടി നിസാറിനെ സാധനം ചെയ്യണം. ബുർദ ആൺകുട്ടികൾ ബുർദ യാസീൻ മായിസ് 9ാം ക്ലാസ്. ഷാഹിദ് 6ാം ക്ലാസ്. ഷാഹിദ് 7ാം ക്ലാസ്. അസം അമൻ 9ാം ക്ലാസ്. അസം അമൻ. സഹൽ 10ാം ക്ലാസ്. സഹൽ. വാഹിദ് 10ാം ക്ലാസ്. വാഹിദ്. അൽവിദാസ്. മുഹമ്മദ് റമീസ്. മുഹമ്മദ് റമീസ് 10ാം ക്ലാസ്. മുഹമ്മദ് റമീസ്. ഉസ്താദ് സിയാദ് ഫൈസി അൽ ബാഖരി. ഉസ്താദിനുള്ള ക്യാഷ്.
ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പൂർണ്ണ പരിശീലിപ്പിച്ച ഉസ്താദിനുള്ള ആശാവാണ്. ഇനി പെൺകുട്ടികളെ കൂട്ടാം. റിൻഷ ഫാത്തിമ, 8ാം ക്ലാസ്. റിൻഷ ഫാത്തിമ. ഫിദ ഫാത്തിമ, 10ാം ക്ലാസ്. ഫിദ ഫാത്തിമ. ഹയ ഫാത്തിമ, 8ാം ക്ലാസ്. ഹയ ഫാത്തിമ. കവർക്ക് പോയിട്ടോ, വീട്ടിൽ പോയിട്ട് പോയിക്കാം. ആയിഷ നിബ്ര, 8ാം ക്ലാസ്. ആയിഷ നിബ്ര. ഒന്ന് വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി ഷമീറിനെ സാധനം ചെയ്യുന്നു. ഷമീർ ഖാൻ. റമീസ്, 6ാം ക്ലാസ്. റമീസ്. സ്കൂളിൽ. നിഷാൻ, 7ാം ക്ലാസ്. നിഷാൻ. മാസിൻ. മാസിൻ. ഹാദി മുഹമ്മദ്. ഹാദി മുഹമ്മദ്. ഷാമിൽ. ഷാമിൽ. അഫ്നാൻ യു. അഫ്നാൻ യു. അൻഷിൽ. അൻഷിൽ. ഇഹ്സാൻ അഹ്മദ്. ഇഹ്സാൻ അഹ്മദ്. ഇഷാൻ. ഇഷാൻ. വസീം. വസീം. ആഷിഫ്. ആഷിഫ്. ഷഫീൽ ഷിയാസ്. ഷഫീൽ ഷിയാസ്. സൽമാൻ. 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 ആമിർ മുഹമ്മദ്. ആമിർ മുഹമ്മദ്. അഫ്നാൻ കെ. അഫ്നാൻ കെ. റൈഹാൻ. റൈഹാൻ. പരിശീലിപ്പിച്ച റൈഹാൻ. സ്കൗട്ട് വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്നത് ഇതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട, പിടിച്ചാൽ മതി.
എന്തെങ്കിലും ഉണ്ടാകുന്ന പറയുന്നത് പഠിക്കുന്നത് കേൾക്കൂ. മുഹമ്മദ് ഷാദി സ്കൗട്ട് മുഹമ്മദ് ഷാദി റിഷാൻ റിഷാൻ ആദിൽ സ്കൗട്ടിലുള്ള ആദിൽ മുഹമ്മദ് ഫാദി മുഹമ്മദ് ഫാദി മുഹമ്മദ് പി കെ മുഹമ്മദ് പി കെ ആദിൽ അമീൻ ആദിൽ അമീൻ റസീൽ അദിനാൻ പി അദിനാൻ പി അഹ്മദ് അദിനാൻ അഹ്മദ് അദിനാൻ ഷാഹിദ് ഷാഹിദ് റിദ്വാൻ റിദ്വാൻ മുഹമ്മദ് ഷാമിൽ യു മുഹമ്മദ് ഷാമിൽ യു മുഹമ്മദ് ഫാസ് ഫാസ് നബ്ഹാൻ മായിസ് സ്കൗട്ട് പരിശീലിപ്പിച്ച നബ്ഹാൻ മായിസ് നമ്മുടെ നബിദിന പരിപാടികളെല്ലാം അദ്ദേഹത്തിൻ്റെ പോക്കു ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരിപാടികളൊക്കെ ഈ സമ്മാനം വാങ്ങി നടക്കും. അതൊക്കെ കാണാം. ഇവിടെ സംസാരിക്കരുത്. പക്ഷെ ഇപ്പൊ ആരും കവർ പൊട്ടിക്കരുതല്ലോ. കവർ ആരും പൊട്ടിക്കരുത്. നിങ്ങളുടെ മുകളിലും നിങ്ങൾ ഉണ്ടാകുന്ന അടുത്ത പരിപാടിയിലേക്ക് പോകും. ആദി മുഹമ്മദ് ഷാദിബ് മായിസ് റമീസ് നിഹാൽ അജീന ഐന കൊണ്ടുവന്ന ഈ വലിയ ഒഞ്ചാതി നിങ്ങളാണ് ശരിക്കും. പിന്നെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരായ നമ്മൾ നബിദിന പ്രോഗ്രാം കമ്മിറ്റിയിലെ ഇസ്ഹാഖ് എന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാ അംഗമെഴിഞ്ഞ പിന്തുണയുമായി കൂടെ നിന്ന കമ്മിറ്റി വ്യാപകരില്ലാതെ കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാവരും ഈ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അപ്പൊ ഈ മുട്ടായി കിട്ടുന്ന ആവേശത്തിൽ അതിൽ ലയിക്കാതെ നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയണം. അവർക്ക് വേണ്ടി വരും വർഷങ്ങളിൽ നല്ല സമ്മാനങ്ങൾ ധാരാളം പരിപാടികൾ ഒക്കെ അവതരിപ്പിക്കണമെങ്കിൽ അവർക്ക് ഊർജമാണ്. ആ ഊർജം നിങ്ങളുടെ ആമീനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുട്ടായി വിതരണത്തിന് ശേഷം ഉസ്താദുമാരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത്
ഈ മജ്‌ലിസിനെ കൊളാക്കരുത്. അതുപോലെ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി സുഭിക്ഷമായ ചിക്കൻ ബിരിയാണി, അതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് രാത്രി മുതലേ ചോറ്, ഇന്നത്തെ നബിദിന നേർച്ച ചോറ്, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ കാണുകയാണ്. മെനഞ്ഞാന്നും അതിൻ്റെ തലയിലും ഇന്നുമൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് ദുആ. അതുപോലെ രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക വസിയത്തുണ്ട്. അതിനൊക്കെ നിങ്ങൾ ആമീൻ വളരെ പ്രധാനമാണ്. ചെറിയ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ ആമീനിന് അല്ലാഹു ഒരിക്കലും തടയില്ല, കൈവിടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ നിങ്ങളോട് ഒരുമിച്ച് കൂട്ടിയതും ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതും അവസാനം ദുആയോടുകൂടി പിരിയുന്നത്. അൽഹംദുലില്ലാ, അടുത്ത വർഷം ഇതിനേക്കാൾ ഭംഗിയായി ആവേശത്തോടെ നമുക്ക് നിവേദനം ആഘോഷിക്കാൻ അല്ലാഹു മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വർഷം സമ്മാനങ്ങളും മറ്റുമൊക്കെ സ്പോൺസർ ചെയ്ത ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സഹോദരങ്ങൾ അതുമായി സഹകരിച്ചവർ അതിനുവേണ്ടി പണിയെടുത്തു. അല്ലാഹു അവരുടെയൊക്കെ കച്ചവടത്തിൽ ബറക്കത്തിന് ഏറ്റി കൊടുക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല, നിങ്ങളെ മറ്റു മക്കളെല്ലാവരെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാം സ്ഥാനം കിട്ടിയ ഗ്രൂപ്പിന്റെ ഉസ്താദ് 2 വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് പറഞ്ഞല്ലോ, അപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പറയണം. ഏതായാലും അസ്ഹാർ ഗ്രൂപ്പ് 2 ഗ്രൂപ്പുകളെയും എത്തിച്ചുകൊണ്ട് തകർപ്പൻ വിജയമാണ് നേടിയത്. ആ ഫലം പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക് ഗ്രൂപ്പ് അംഗങ്ങൾ വളരെ ആവേശമായിരുന്നു. ഞാനിങ്ങനെ അമ്മാനോട് പറയാൻ പ്രൊഫസറെ പാകിസ്ഥാനൊക്കെ പോലും അതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പ് ജയിക്കണോ. ഞാൻ ഫസ്റ്റത്തെ ഈ പ്രഖ്യാപനം നടത്തിയ ആ സമയത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയത്. ഒരു സുഹൃത്ത് പറഞ്ഞ് നിങ്ങൾ തീരെ ബേക്കിലാണ്. അപ്പൊ ഏതായാലും റഹ്മാനുസ്താന്റെ ബസ്സിൽ അത്രമാത്രം ജനങ്ങൾ അത് വീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഏതായാലും നിങ്ങളാണ് ആ ഗ്രൂപ്പിനെ മുമ്പിൽ എത്തിച്ചത്. സൽമാനൊക്കെ ബേക്കിലൊക്കെ മുൻനിർത്തിയായിരുന്നു. മുമ്പിൽ നിങ്ങളാണ് വായിച്ച് നേതാപാത്രങ്ങൾക്ക് അടുക്കുന്ന ടീം. അള്ളാഹു അവരുടെ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ. എനിക്ക് നിങ്ങളോട് കാര്യമായി പറയാറുള്ളത്, ഞാൻ കാര്യമായി നിങ്ങളെ ശ്രദ്ധിച്ചത് റോഡിലും അതേപോലെ തന്നെ പള്ളിയിലുമാണ്. ഉസ്താദുമാര് പള്ളിയിൽ നിങ്ങളെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കുറേ സുന്നത്തസ്കാരവും നിക്കറും സലാത്തും ഒക്കെ പോകും. എന്നാലും പല കുട്ടികളും കാര്യത്തിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞവരെ വരച്ച് നിങ്ങളെ നോക്കിയിട്ട് നമ്മളെ വരയില്ല. അങ്ങനെയുണ്ട് പ്രശ്നം. എന്റെ ഉസ്താദ് ആരെന്ന് ചോദിക്കുക, എന്റെ ടീച്ചർ ആരാ, മാഷാരെന്ന് ചോദിക്കില്ല, ആരും ചോദിക്കില്ല. നിങ്ങളുടെ അനുസരണ ഇല്ലാതെയും അച്ചടക്കില്ലാതെയും എന്റെ ഉസ്താദ് ആരെന്ന് ആദ്യം ചോദിക്കും. ഉസ്താദിന്റെ പ്രസംഗം നടക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവ് വന്നിട്ട് അക്ബർ ഉസ്താദിനോട് ചൂടായി ഞാൻ കണ്ടു. അക്ബർ ഉസ്താദ് നേരെ പോയിട്ട് ആ കുട്ടിയോട് പറഞ്ഞു അടങ്ങിയിരിക്കുക. കാരണം ആ രക്ഷിതാവ് അത്രയും പറഞ്ഞിട്ട് ആ കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുകയാണ്. അവരെ കാലുകളുടെ എന്താ പറയാ ബോട്ടിൽ കൊണ്ട് ബോൾ തട്ടി കളിക്കുക. ഉസ്താദിന്റെ പ്രസംഗം നടക്കുന്ന സമയത്ത് ഒട്ടുമിക്ക കുട്ടികളും നല്ല രീതിയിൽ വളരെ അച്ചടക്കത്തോടു കൂടി നമ്മുടെ ഈ നബിദിന പരിപാടി പള്ളിക്കാത്ത ചുമ ഒരുത്തം ഐസ്ക്രീം ഇതിൽ കുരച്ചതാണ്. അപ്പൊ അടുത്തവരും കുരക്കണം തോന്നി, ഓരും കുരച്ച്, അടുത്തുള്ളവരും കുരക്കണം തോന്നി. ഇങ്ങനെ കുര കൊണ്ട് ഇവര് അലമ്പാക്കി കളഞ്ഞു ജമാഅത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത്. ഇതൊക്കെ വളരെ മോശമാണ്. ജനങ്ങൾ വിലയിരുത്തും. അല്ലാതെ നമ്മളെയൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ. ഇബ്ലീസിനെ പണി എങ്ങനെയെങ്കിലും ഒന്ന് അലമ്പാക്കണമെന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു നിലക്കും അത്തരം പ്രവർത്തനങ്ങളിൽ കൊണ്ടുപോകരുത്. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെല്ലിയ ഒരുപാട് മദദ്, ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് ദിക്റുകൾ, ബുർദ, ഇതൊക്കെ തങ്ങൾ കണ്ട് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ഫർദായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിസ്കാരം കഥാക്കിയിട്ട് നമ്മൾ എഴുതാൻ കഴിച്ചിട്ട് ഒരു കാര്യം എന്നുള്ള ഒരു ചിന്ത. അന്ന് എഴുതാൻ കഴിഞ്ഞ അന്ന് സുബൈ കഥ നിസ്കരിച്ചുകൊണ്ട് കൈവന്നിക്കോ?
അൽഹംദുലില്ലാ കുറേ കുട്ടികളുണ്ട്. റമീസ് കഴിയാൻ ഇവർ രണ്ടുപേരും ചെറുസ്ഥാനത്തേക്ക് വരേണ്ടതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം. കുറെ കുട്ടികളുടെ നിസ്കാരം കഥായി പോയിട്ടുണ്ട്, അങ്ങനെ കഥാകാൻ പാടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഘോഷയാത്രയിൽ മദ്ഹറാലിയിൽ ഒരുപാട് മുട്ടായികൾ വിതരണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരം കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുവാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വളരെ അതിഗംഭീരമായി തന്നെ ഇവിടെ പരിസമാപ്തി കുറിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അടുത്ത വർഷം ഇതിനും ഗംഭീരമായി നമ്മൾക്ക് ഒത്തുകൂടി നമ്മുടെ നബിദിനാഘോഷം ഉഷാറാക്കണം. പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. മത്സരാകുമ്പോൾ വിജയം തോൽക്കുന്നുണ്ടാവും. നമ്മളത് മുന്നിൽ കണ്ടു തന്നെ അത് പ്രയത്നിക്കുക. അടുത്ത കൊല്ലം നമുക്ക് ഉഷാറാക്കണം. ഈ മത്സരത്തിൽ ജയിച്ച എല്ലാവർക്കും ലീഡേഴ്സും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു. പിന്നെ മത്സര പരിപാടി റിസൾട്ട് ഇങ്ങനെ പറയാമോ? ഇസ്മായിൽ ഹുസൈനെ പറയാൻ തരുന്നില്ല. ഏത് ഗ്രൂപ്പാണ് ജയിക്കുന്നത് അതിന്റെ കൂടെ കൂടിയിട്ട് തെക്കില്ല. ഓരോ ഗ്രൂപ്പ് ജയിക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിന്റെ കൂടെ കൂടിയിട്ട് തെക്കുതീരല്ലേ മൂപ്പര് വരുന്നത്. മൂപ്പര് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അവസാനം ഞാൻ തെക്ബീർ ചെയ്തതിൽ അവസാനം അതിന് പരിശീലനം കിട്ടിയിട്ടില്ലേ? പെട്ടെന്ന് പറഞ്ഞാണ് ഇങ്ങനെ പറയണോ എന്തായാലും ആ തെക്ബീറൊക്കെ ഉഷാറായില്ല. നമുക്ക് അത് ഉഷാറാക്കിയിട്ട് അവസാനം ട്രോഫി എടുക്കുമ്പോൾ ഒന്ന് പറയണം. പിന്നെ മൊത്തത്തിൽ ശ്രദ്ധിക്കുക. മത്സരം നല്ല മത്സരമായിരുന്നു, ആവേശകരമായ മത്സരം. എല്ലാ ഗ്രൂപ്പും ഉഷാറായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, ഇവിടെ ഇപ്പൊ ഫസ്റ്റ് കിട്ടിയ ആളുകൾ അവർക്ക് ഫസ്റ്റ് കിട്ടാൻ ഉള്ള ഒരു വേദി ഉണ്ടാക്കി മറ്റുള്ളവർ മത്സരിച്ചുകൊണ്ടാണ്. അത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ആൾക്ക് ഫസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇനി ഇവര് ഇപ്പൊ ഒന്നാം സ്ഥാനം കിട്ടിയ ആളുകൾ വേറെ ടീമിനോട് മത്സരിച്ചാൽ ചിലപ്പോൾ ഒരു 0 ആകും. അപ്പൊ അതിനേക്കാൾ കഴിവുള്ള ആളുകൾ വേറെയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഏതായാലും കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ. അവർക്കത് കിട്ടാൻ കാരണക്കാർ മറ്റുള്ള ഗ്രൂപ്പുകളുമാണ് എന്ന് നമുക്ക് എപ്പോഴും ഒരു മനസ്സിലൊരു ഓർമ്മ ഉണ്ടാകും. അതുകൊണ്ട് ആരും അഹങ്കാരത്തിന്റെ നിലയിലേക്ക് പോകാതെ തോറ്റവരും വിജയിച്ചവരും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ അർഹമായ സമ്മാനത്തിന് നന്ദികൾ എപ്പോഴും പ്രകടിപ്പിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സമയം കണ്ടുകൊണ്ട് ഇനി ഒന്നും പറയാനില്ല. അക്ബർ ഉസ്താദെ നമുക്കറിയാം, ആദ്യ അബ്ദാൽ ഗ്രൂപ്പിങ്ങനെ അടിച്ച് കയറിയപ്പോൾ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കും. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മൂപ്പരെ കാണാനല്ലേ, അപ്പം ആ ദിവസം നമുക്ക് പോയി ഓർമ്മ. അപ്പൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഇനി ഞാൻ ആ സ്റ്റേജിൽ വന്നിട്ട് കാര്യമില്ല. ഏതായാലും ഉസ്താദെ ഈ സംഗമത്തിന് നന്ദിയും മൂപ്പരെ സംസാരം കഴിഞ്ഞ് ദ്വയം നമുക്ക് ഗ്രൂപ്പിന്റെ പേര് അബ്രാഹാണ്. ലീഡർമാരറിയാം. അൽവിദാസാണ് ആൺകുട്ടികളുടെ ലീഡർ, ജഹാനയാണ് പെൺകുട്ടികളുടെ ലീഡർ. രണ്ടുപേർക്കും നല്ല ആവേശം ഉണ്ടായിരുന്നു കുട്ടികളെ പരിശീലിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും. രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ. അതുപോലെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിലും തോറ്റിട്ടില്ലെന്ന സമാധാനം നമുക്കുണ്ട്. എന്നാൽ ഒന്നാം സ്ഥാനം കിട്ടിയ ടീമിനേക്കാളും ആവേശമുണ്ട് രണ്ടാം സ്ഥാനം കിട്ടിയ അബ്രാഹിം. അതിനേക്കാളും തെക്കുബീർ സൗണ്ട് കേട്ടിരുന്നു, അതുപോലെ ആവേശം കണ്ടിരുന്നു.
ഏതായിരുന്നാലും ഈ ആവേശമാണ് നമുക്ക് എല്ലാ വർഷങ്ങളിലും വേണ്ടത്. ഈ വർഷം 2ാം സ്ഥാനത്താണെങ്കിൽ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മൾ 1ാം സ്ഥാനം തന്നെ പിടിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിജയം നൽകട്ടെ. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് പ്രത്യേകം നന്ദി നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. നമുക്ക് ദ്വാരം കേട്ടോ. എല്ലാവരും നേരത്തെ പോവുക കൈകൊണ്ടിട്ട് നീ ദ്വാരം മാത്രമേ കൈകൊണ്ടിരിക്കാവുള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായ അമ്മമാരും. ഞാൻ തമാശ പറഞ്ഞല്ല, നമ്മുടെ ലഭിതത്തിന് നല്ല അധ്വാനമുണ്ട്. ആ അധ്വാനിച്ച ആളുകൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാറുള്ളത് മാത്രമാണ് ദുആ. എല്ലാവരും ആത്മാർത്ഥമായ അമ്മമാരില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. راجع نافي. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا ونبينا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. റഹീമായ വദൂദായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നിനക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു അമലാക്കി നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പുണ്യമായ ഈ മജ്‌ലിസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ചെറിയ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരുമിച്ച് കൂടിയിരുന്നു ഓതിയ ഖുർആനിനെ അല്ലാഹുവേ, ഞങ്ങളെ നേതാവായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിച്ചു നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ വല്യപ്പമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഹദറത്തിലേക്ക് ഈ മജ്‌ലിസിന്റെ മിഥ്യ തവാബ് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ ഖൈറിലും റാഹത്തിലുമാക്കി കൊടുക്കണേ റഹ്മാനേ. അവരുടെ എല്ലാ അദാബുകളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, വേണ്ടപ്പെട്ടവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നസീബാക്കണേ റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, മഞ്ഞപ്പിത്തം പോലെയുള്ള, ക്യാൻസർ പോലെയുള്ള, ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളൊന്നും നൽകി ഞങ്ങളെയോ ഞങ്ങളുടെ തലമുറകളെയോ പ്രിയപ്പെട്ട മക്കളെയോ ഒന്നും നീ പരീക്ഷിക്കണേ റഹ്മാനേ. റബീഉൽ ബന്ധപ്പെട്ട് ഞങ്ങൾ ഓതിയ മദ്ഹുകൾ, പാടിയ പാട്ടുകൾ, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പുകഴുകൾ അല്ലാഹുവേ, എല്ലാം നിനക്കും നിന്റെ ഹബീബിനും ഇഷ്ടപ്പെട്ടതാക്കണേ തമ്പുരാനേ. ഇതിനൊക്കെ പകരമായി നാളെ നിന്റെ സ്വർഗ്ഗത്തിൽ
ഉസ്താദുമാർ, എല്ലാ പിന്തുണമായി കൂടെ നിന്ന മഹലിന്റെ ഭാരവാഹികൾ, അള്ളാഹുവേ ഇതിനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ബഹുമാനപ്പെട്ട ഇസ്ഹാഖിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള നബിദിന കമ്മിറ്റിയിലെ പ്രിയ സഹോദരങ്ങൾ, അള്ളാഹുവെ സമ്മാനങ്ങളായും അതുപോലെ നേർച്ചയുമായി ബന്ധപ്പെട്ട ചോറ്, അതുപോലെ മാംസം, പച്ചക്കറിയുള്ള കാര്യങ്ങളുമായി എല്ലാ കാര്യത്തിനും സജീവമായി സഹകരിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട ദീനി സ്നേഹികൾ, അതിൽ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സാധാരണക്കാരുണ്ട്, വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളുണ്ട്. എല്ലാവർക്കും ഈ ഹൈറും ബറക്കത്തും കൊടുക്കണേ റബ്ബാനേ. അവരുടെ സമ്പത്തിനൊന്നും ഒരു കുറവും നീ കൊടുക്കല്ലേ തമ്പുരാനേ. സമ്പത്തിനെ അവർക്ക് ഇനിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബാനേ. നന്മകളിൽ ധാരാളമായി ചെലവഴിക്കാനുള്ള സമ്പന്ന സൗകര്യം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. എല്ലാ രീതിയിലും ഇതിനെ ഒരു വൻ വിജയമാക്കി തന്ന നിന്റെ ഭാഗത്തു നിന്നുള്ള കാവൽ അൽഹംദുലില്ലാ വലിയ ഹൈറാണ്. അതുപോലെ തന്നെ ഇതിനുമായി സഹകരിച്ച കുറച്ചവരെ കൂടെ നിന്ന പേരെടുത്തും പറയാതെയും ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബാനേ. പ്രത്യേകിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹുവേ അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ റബ്ബാനേ. പഠിച്ചു പോയതുമായ ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ മക്കളെയും നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബാനേ. വളർന്നു വരുന്ന തലമുറയെ നീ ദീനിന്റെ വക്താക്കളാക്കണേ റബ്ബാനേ. കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ തമ്പുരാനേ. നാടിനും സമുദായത്തിനും മഹലിനും പള്ളിക്കും മദ്രസയ്ക്കും ഒരാവശ്യം വരുമ്പോൾ അള്ളാഹുവെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൂടെ നിൽക്കുന്ന നല്ല പൊന്നു മക്കളാക്കി അവരെ നീ വളർത്തണേ തമ്പുരാനേ. അള്ളാഹുവെ ഹാർട്ടിന് സർജറി കഴിഞ്ഞ ചെറിയ ഒരു മോന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. ആ മോനെ നീ ആഫിയത്തും ദീർഘായുസ്സും നസീബാക്കണേ തമ്പുരാനേ. എൻ്റെ മാതാപിതാക്കൾക്ക് നീ സ്വമവും ക്ഷമയും എല്ലാം അള്ളാഹുവെ ഹൃദയത്തിന് വിശാലതയിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബാനേ. പരീക്ഷണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ തമ്പുരാനേ. നേരത്തെ ഞങ്ങളിൽ ഒരാളും പോലെ ഇവിടെ മാറിക്കളിച്ച ഞങ്ങളുടെ നിഹാൽ എന്ന മോനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മോള് മദ്രസയിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ യൂസുഫാണ് മകൻ ഉബൈസ്. എല്ലാ മക്കളെയും നാളെ സ്വർഗത്തിൽ കാണാനും സ്നേഹം പങ്കിടാനും ഒക്കെ നീ അവസരം ഒരുക്കി തരണേ തമ്പുരാനേ. ഉണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നീ നൽകിയ പരീക്ഷണം പോലെ ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലോ ഞങ്ങളുടെ പരിസരങ്ങളിലോ അങ്ങനെയുള്ള ഒരു പരീക്ഷണങ്ങളെ നീ തന്ന് പരീക്ഷിക്കണേ റബ്ബേ. എല്ലാ കാലവിപത്തുകൾ, മുസീബത്തുകൾ, ഇറങ്ങിയുള്ള എല്ലാത്തിനും നീ കാത്തുരക്ഷിക്കണേ റബ്ബാനേ. ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ റബ്ബാനേ. വർഷങ്ങളും ഇതിനേക്കാൾ ആവേശത്തോടെ സ്വലാത്ത് സലാമുകൾ ചൊല്ലി മധു പാടിയും പറഞ്ഞും ഇതുപോലെ നിന്റെ ഹബീബിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ചെറിയ മക്കളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ആമീൻ പറയുന്ന ചെറിയ മക്കളുടെ ആമീനിനെ നീ തള്ളിക്കളയല്ലേ റബ്ബേ. നീ സ്വീകരിക്കണം തമ്പുരാനേ. عليك توكلنا وإليك أنبنا وإليك المصير. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. ഒന്ന് ഒതുങ്ങി നിൽക്കുക. എല്ലാവരും നിങ്ങൾ അവിടെ നിന്നാൽ മതി. അത് കുഴപ്പമില്ല ഉസ്താദ് നിന്നോടി. അല്ല ഇവിടെ തന്നെ കാണുന്നല്ല, അവിടെയാ ആ ഫാനുള്ളതുകൊണ്ട് അവിടെ തന്നെ നല്ല അവിടെയാ കിട്ടുന്നത്.
ഇതിലൊന്ന് മാറി. എല്ലാവരും ഒന്ന് കൈ ചെറുപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അഞ്ചുകുന്ന് മിഫ്താഹുൽ ഉലൂം മദ്രസ കുട്ടികളുടെ സമ്മാന കൊടുക്കലും അതേപോലെ നബിദിനത്തിന് സമ്മാനം കൊടുത്ത് കഴിയാത്ത കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും ദുആ മജ്ലിസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.